എടേ പറ്റിപ്പെന്ന് പറഞ്ഞാൽ വെറും പറ്റിപ്പ്. ഇങ്ങനെ ആരെയും പറ്റിക്കരുത്. ഞാൻ ഇച്ചിരി നല്ലൊരു വൈബ്രന്റ് സ്പോട്ടിൽ ഇരുന്ന് ഫുഡ് കഴിക്കാന്നുള്ള ഒരു ഒറ്റ ആഗ്രഹം കൊണ്ടാണ് മെക്ഡൊണാൾഡ്സിൽ പോയത്. ചില വെണ്ണലയിലുള്ള മെക്ഡൊണാൾഡ്സിലാണ് സംഭവം. ചെന്ന് കയറിയപ്പോൾ തന്നെ ഇതുപോലത്തെ ഒരു മെഷീൻ. ഈ മെഷീനിലാണ് നമ്മൾ ഓർഡറും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യേണ്ടത്. സാധാരണ കടകളിലൊക്കെ നമ്മൾ ആൾക്കാരുടെ അടുത്താണല്ലോ ഓർഡർ പറയുന്നത്. പക്ഷേ ഇതിലിവിടെ ഈ മെഷീനിൽ ഓർഡർ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു നമ്പർ അടിച്ച് കൈ തരും. ഈ നമ്പർ കൊണ്ട് വെച്ച് വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ്ട് ഈ ഇരിക്കുന്ന കോൾഡ് കോഫിയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. നല്ല ചില്ലൻ ഇരുന്ന സാധനം. അത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ നോൺ വെജ് ബർഗർ വന്നു കേട്ടോ. ഒരു ഹെവി സാധനം. ഞാൻ ഈ സാധനം മൊത്തത്തിൽ എടുത്ത് വെച്ച് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് ഇരുന്നത് ഈ സാധനം. ഒരു രക്ഷയില്ല. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ചൂടോടെ കൊണ്ടുവന്നു കേട്ടോ. ഇതിനകത്ത് തേച്ചേക്കുന്ന മയോണൈസൊക്കെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. പിന്നെ ഇതാണ് എൻ്റെ ബ്രോസ്റ്റഡ് ചിക്കൻ കേട്ടോ. എല്ലാ പീസും ഒരു കോഴിയുടെ നെഞ്ചിൻ്റെ അത്രയുണ്ട്. ഒരു കാലൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് കാലാണ്. സാധാരണ KFC-യിലൊക്കെ കിട്ടുന്നത് പോലത്തെ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഒരു ടേസ്റ്റ് അല്ലായിരുന്നു. ഇതിനൊരു കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. കാരണം ഒന്നും വേറെ കൊണ്ടല്ല, ഗാർലിക്കിൻ്റെ ടേസ്റ്റ് അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു വെറൈറ്റി ചിക്കൻ പോലെ ഫീൽ ചെയ്ത് കേട്ടോ. അറിയാതിരിക്കാൻ വയ്യ. നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ്, വൃത്തിയുള്ള ക്ലീൻ ആംബിയൻസിലാണ് ഇവരിത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ പറ്റിച്ച കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് വേറൊന്നുമല്ല. ഇവിടെ ഇരിക്കുന്ന ഈ ജോക്കറിനെ കണ്ട ഇങ്ങനെ ഒറിജിനൽ മനുഷ്യനാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറി വന്ന് സെൽഫി എടുക്കാതിരുന്നത്. അപ്പോഴല്ലേ അറിയണത് സംഭവം പ്രതിമയാണെന്ന്. വരുന്നവർക്ക് കാറല്ല ബസ് വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേടേ.